ഇതെന്താ ഇവരെ ഇങ്ങനെ നോക്കുന്നേ? അളിയൻ ഇന്നലെ ഓവറായിരുന്നു തോന്നുന്നു. ഏയ് ഞാനടിച്ചു കിടന്നുറങ്ങി. ഞാനും. അപ്പൊ ഇവന്മാരായിരിക്കും. മൂന്നിന്റെ കെട്ടിറങ്ങിയോ? കണ്ടാ, നിങ്ങള് മൂന്നുമാണ്. ഞാൻ ഒരു ഗ്ലാസ് ബിയറേ അടിച്ചുള്ളൂ. അയ്യടാ, ആരാ ജാനു ആ മൂന്നാൾക്കാർ? നിങ്ങള് തന്നെ. റോഷന്റെ കെട്ട് ഇന്നലെ വിട്ടതാ. അതെങ്ങനെ? കിച്ചണിൽ 1 കിലോ ബദാം മേടിച്ചു വെച്ചിട്ടുണ്ട്. ആഹാ, എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണേ? ഒന്നും ഉണ്ടാക്കാൻ പോണില്ല, നിനക്ക് മേടിച്ചതാ. കെയറിംഗ് സിസ്റ്റർ. നീ ഇടുന്നില്ലേ? റോഷ, നിനക്ക് ഇന്നലെ എന്താ പറ്റിയേ? എന്ത്? എനിക്കൊന്നും പറ്റിയില്ല. സാറ പറഞ്ഞല്ലോ. നിന്നെ ജാനു വിളിക്കുന്നു. ഗുളിക കഴിക്കാനോ? കൊടുക്ക്, പോയി കൊടുക്ക്. ഇല്ലല്ലോ. നീ എങ്ങനെ കളിക്കാനാ? നീ സംസാരിക്കല്ലേ? വിളിച്ച് ചെല്ല്. ഞാൻ കണ്ടുപിടിച്ചോളാം. ഡാ, അവളെന്താടാ അങ്ങനെ പറഞ്ഞത്? ആർക്കറിയാ? വട്ട കേസ്. സംതിങ് മത്തി മത്തി. എന്ത്? പിന്നെ നിങ്ങൾ മൂന്നു നില ഭയങ്കര ഓവറായിരുന്നു കേട്ടോ. എന്താ ഇങ്ങനെ? ചേ, നിങ്ങൾ കണ്ടല്ലേ ഞാൻ പഠിക്കുക? വളരെ മോശമായി പോയി. നമ്മൾ അത്രയ്ക്ക് അലമ്പായിരുന്നോ? ഇനി നീയെങ്ങാനും ഞാനാവാൻ നോ ചാൻസ്. അത് ശരിയാ, ഇവൻ വെള്ളടിച്ച പിന്നെ ഫ്രണ്ട്സ് ക്ലൈമാക്സിലെ ജയറാമാ ഇരുന്നിടത്തിരിക്കും. അപ്പൊ നമ്മൾ തന്നെ. പക്ഷെ എന്തായിരിക്കും സംഭവിച്ചത്? പൊക്ക്, നിന്റെ പെങ്ങളെ പൊക്ക്. ഞാൻ നൈസിന് പോയി വിളിച്ചിട്ട് വരാം. അതെ, നിന്റെ പെങ്ങളെന്ന് ഇടക്കിടയ്ക്ക് അവനോട് പറയുന്ന പോലെ നിന്റെ ഭാര്യ എന്നിടയ്ക്ക് എന്നോടും പറഞ്ഞോട്ടോ. അതെന്തിനാ? അങ്ങനെയിൽ അവൾ എന്റെ ഭാര്യയാണെന്നുള്ള ഫീല് കിട്ടുമല്ലോ. കഷ്ടം. എന്നാ എന്താ ഡി, ഇന്നലെ ഞങ്ങൾ അലമ്പായിരുന്നോ? കിച്ചേട്ടനല്ലായിരുന്നു, മിണ്ടാണ്ട് ആ സോഫയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ജാനു പറഞ്ഞ 3 പേര്? സംശയം എന്താ? നിങ്ങളും റോഷനും. റോഷനോ? അവനല്ലേ ഇപ്പൊ നമ്മൾ ഉപദേശിച്ചിട്ട് പോയേ. ശരിക്കും ഇന്നലെ എന്താ സംഭവിച്ചേ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. സോറി, ഇനി ആവർത്തിക്കില്ല. നീയാണ് സത്യം. എന്താ ഉണ്ടായ പറ പ്ലീസ്. നിങ്ങൾ നല്ല ഓവറായിരുന്നു, പ്രത്യേകിച്ച് ചെതിനേട്ടൻ. ഞാനോ? അല്ല, എന്തൊരു വെറുപ്പിക്കലായിരുന്നു. ആ ജാനു കുഞ്ഞിലെ ജതിനേട്ടന്റെ ബദാം കട്ടു എന്ന് പറഞ്ഞ എന്തൊരു വഴക്കായിരുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞോ? പിന്നെ ഇല്ലേ, അവളുടെ 2 കൈയും കാലും ഒടിയണായിരുന്നു എന്ന് വരെ പറഞ്ഞു. അയ്യോ അളിയ, പറഞ്ഞോണ്ടല്ലോ അളിയ. അപ്പൊ അതിനാലേ രാവിലെ തന്നെ 1 കിലോ ബദാം തന്നേ. ഈശ്വരിനി അവളെ എങ്ങനെ സോപ്പിടും? അല്ല, അപ്പൊ റോഷന്റെ കാര്യം നീ എന്താ പറഞ്ഞേ? അത് ഇറ്റ്സ് സംതിങ് മത്തി. അത് ഞങ്ങൾക്കും തോന്നി. നീ എന്താ ഉണ്ടായ പറ. അവനും നല്ല ഫിറ്റ് ആയിരുന്നു. എന്നിട്ട് ജാനു അപ്പേട്ടനെയും കൊണ്ടുപോയി, ഞാൻ ജതിനേട്ടനെയും കൊണ്ടുപോയി. സാറ റോഷനെയും കൊണ്ട് മുകളിലും പോയി. കിച്ചട്ട സോഫയിൽ തന്നെ ഇരുന്നു. ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ. എങ്ങോട്ട്? ബെഡ്റൂമിലോട്ടോ? നമുക്ക് പെണ്ണില്ലടാ. എന്റെ സോയ ഉണ്ടായിരുന്നെങ്കിൽ. നീ ബാക്കി പറ. എന്നിട്ട് ഞാനും ജാനും കിച്ചണിൽ നിൽക്കുമായിരുന്നു, ജതിനേട്ടന് നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ. അപ്പൊ സാറ് ഓടി വന്നു. എന്തിന്? എന്നിട്ട് മുസ്ലിംസ് മാത്രാണോ സുന്നത്ത് ചെയ്യാ ചോദിച്ചു. അവൻ സുന്നത്ത് ചെയ്യാൻ പോവാണോ? അത് ഞാനും ചോദിച്ചു. പക്ഷെ അതല്ല. പിന്നെന്താ? അവൻ പച്ചക്കറി അരിയുന്ന വിരലിടുന്ന ഉറയില്ലേ, അതെവിടെയോ കുത്തിക്കയറ്റി പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ജാനു എന്നെ ഓടിച്ചു വിട്ട്. ഇന്ന് ഞാൻ ചോദിച്ചപ്പോ ഞാൻ അറിയേണ്ട കാര്യമല്ല പറഞ്ഞു. അതവൻ എവിടെയായിരിക്കും കുത്തി കയറ്റിയേ? എനിക്ക് സോയനെ വിളിക്കണം. സെലോ ഹോയ. ഏട്ടാ, നമുക്കത് കണ്ടുപിടിക്കണ്ടേ? വെള്ളം കുടിച്ചിട്ട് വരാം. ജതിനേട്ടാ, നമുക്കത് കണ്ടുപിടിച്ചാലോ? നമ്മളെന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നേ? എനിക്കാരുടെ സഹായം വേണ്ട, ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. എന്താ? ഞാൻ പറഞ്ഞുതരാം. അത് ജതിനേട്ടനറിയോ? എന്നാ പറ. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല. അതെന്താ? 1 വർഷം കഴിയട്ടെ. 1 വർഷോ? അപ്പോഴേക്കും നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവല്ലോ. അപ്പത്തെ അവസ്ഥ നോക്കിട്ട് പറയാം. എനിക്കത്ര ക്ഷമയൊന്നുമില്ല. ഉണ്ടായേ പറ്റൂ. ഇക്കാര്യം ആരോടും ചോദിക്കില്ലാന്ന് സത്യം ചെയ്. അപ്പേട്ടനോട് ചോദിക്കാലോ? ബോയ്സിനോട് ചോദിക്കാനേ പാടില്ല. ഗേൾസിനോട് ചോദിക്കാവോ? ഒട്ടും പറ്റില്ല. അതെന്താ? അതങ്ങനെയാ, അതുകൊണ്ട്. ഇത് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതിപ്പോ നീ എന്നെ ഇഷ്ടാന്ന് പറയാണ്ട് എനിക്ക് സമാധാനല്ല. പക്ഷെ ഞാൻ ക്ഷമ കാണിക്കുന്നില്ലേ? അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം? അത് വിട്. ഇത് ആരോടും ചോദിക്കില്ല, സത്യം ചെയ്.
സത്യം. ആരാണ് സത്യം? ജതിനേട്ടനാണേ. അയ്യടി, അത് വേണ്ട. അപ്പൂനെ തൊട്ട് സത്യം ചെയ്യും. ശരി, അപ്പോഴാണ് ഇക്കാര്യം ആരോടും ചോദിക്കില്ല. സത്യം. ഓക്കെ. പക്ഷെ 1 വർഷം കഴിഞ്ഞ് പറഞ്ഞായിരുന്നോ? 1 വർഷം കഴിഞ്ഞ് നമ്മൾ ഡിവോഴ്സ് ആയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഓഹോ, അപ്പൊ ഡിവോഴ്സ് ആയി എനിക്ക് ആരോടെങ്കിലും ചോദിക്കാവോ? നമ്മൾ ഡിവോഴ്സ് ആവോ? എനിക്കറിയില്ല. ആവണം. എനിക്കറിയില്ല. ആയാലോ? ആയാ ഞാൻ എന്റെ വീട്ടിൽ പോവും. അത് മാത്രാണോ? വേറെന്താ? നിന്നെ വേറെ കല്യാണം കഴിപ്പിക്കും. അപ്പൊ ജതിനേട്ടനോ? ഞാനും വേറെ കല്യാണം കഴിക്കുമായിരിക്കും. എടി, ഞാൻ ഇറങ്ങാം. നീ കോളേജിലോട്ടാണോ? അല്ല, വീട്ടിലോട്ടാ. എനിക്ക് ആദ്യം ഒന്ന് ഉറങ്ങണം. അപ്പൊ ഇന്നലെ നടക്കുന്നതായിരുന്നു പരിപാടി? സ്ഥലം മാറി കിടന്നോണ്ട് ഉറക്കം ശരിയായില്ല. നിങ്ങള് സ്ഥലം മാറി കിടക്കാത്തതാ നല്ലത്. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവൻ അഴിയണ്ണു. അതെന്താ? ഒന്നുമില്ല. അല്ല, അവനെ കൊണ്ടുപോണില്ലേ? എങ്ങനെയാ പോണേ? കിച്ചേട്ടൻ കൊണ്ടാക്കാ പറഞ്ഞു. ഓ, എന്നാ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇന്നലെ അത്രയ്ക്ക് അലമ്പായിരുന്നോ? പറ്റുന്ന വഴിക്ക് പോയാ പോരെ. ആകെ 1 ഗ്ലാസ് ബിയർ കുടിക്കാനുള്ള ആവതേ ഉള്ളൂ. എന്നിട്ട് അത് വെച്ച് കാണിക്കുന്നതോ? സോറി, ഇനി ആവർത്തിക്കില്ല. നിർത്തി. പക്ഷെ ഞാൻ ബിയർ അടിക്കും. അപ്പു വാടാ. എങ്ങോട്ടാ? റോഷൻ ഇറങ്ങാന്ന്. വാ, യാത്ര അയക്കാം. അത് വേണം. ഞാൻ പോരാ. ഫോൺ എടുത്തു. റോഷ പോവാണോടാ? അവളുടെ മമ്മി വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എടാ, ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. വൈ നോട്ട്? ചോദിക്കേ. കുറച്ച് പച്ചക്കറി അറിയുന്ന എടുക്കാണ്ടാവോ? നീ ഞങ്ങളെ കണ്ടാലേ തെണ്ടി പഠിക്കുന്നേ. ഒരു കയ്യബദ്ധം. വെള്ളപ്പുറത്തായോണ്ടാ? ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡീസന്റാ. ദേ, ബാക്കിയുള്ളവരിവിടെ കന്യകനായി നിൽക്കുമ്പോ ഇടയ്ക്കറി ഗോളടിക്കാൻ നോക്കിയാലുണ്ടല്ലോ തെണ്ടി. സോറി. ഇനി നിങ്ങൾക്കൊരു കുടുംബജീവിതം ആയിട്ടേ എനിക്കും സാറയ്ക്ക് ഒരു ജീവിതമുള്ളൂ. സത്യം. ചെല്ല്. ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. മുളയിലേ മുള്ളണം. അതൊക്കെ നല്ല കത്തിപ്പോയി കാണും. ഞാൻ ഇവരെ ആക്കിയിട്ട് വരാം. ഓക്കെ, ബൈ. ജാനു എന്താ അവസ്ഥ? കലിപ്പിലാണോ? ആയിരുന്നു. ഞാൻ നൈസിന് സോപ്പിട്ടു. എന്നോടോ? അളിയൻ ഇന്നലെ അവളെ ബദാം കള്ളിന്ന് വിളിച്ചല്ലേ? എനിക്ക് ഓർമ്മയില്ലടാ. എന്നാ വിളിച്ചു. അവക്കത് നല്ല ഫീലായി. അയ്യോ, എന്നാ ഇനി ഞാനൊന്ന് പോയി സോപ്പിടട്ടെ. അവളവിടെ കറിക്കരിയാ. സൂക്ഷിച്ചു വേണം. ഓക്കെ. അച്ചൂസേ, ഇന്ന് എന്ത് കറിയാ വെക്കുന്നേ? നീ റെസ്റ്റ് എടുത്തോ, ഇത് ഞാൻ ചെയ്യാം. വേണ്ട, നീ ഇന്ന് ബദാം തിന്നു. എടി, അറിയാണ്ട് വായിന്ന് വന്നു പോയതാടി. അല്ലേലും വെള്ളം അടിച്ച് പറയുന്നതൊന്നും സത്യല്ലടി. ഓഹോ, അപ്പൊ ആർച്ചയ്ക്ക് നിന്നോട് ഇഷ്ടം തോന്നാത്തതിൽ നിനക്ക് വിഷമൊന്നുമില്ല അല്ലേ? അയ്യോ, അതുണ്ട്. അപ്പൊ ഇതും സത്യ. ജാനു, നീ കൊഞ്ചല്ലേ? നീ എന്തിനീ സ്നേഹമൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? അവളെന്നോട് പറഞ്ഞു, അപ്പേട്ടൻ അവളോട് സ്നേഹം കാണിക്കുന്ന പോലെ നീ എന്നോട് സ്നേഹം കാണിച്ച അവള് നിന്നെ ഇഷ്ടാ പറയുന്നു പറഞ്ഞു. അത് പറഞ്ഞു. അതുകൊണ്ട് നീ എന്നോട് ഇല്ലാത്ത സ്നേഹം കഷ്ടപ്പെട്ട് കാണിക്കണ്ട. അവളോട് ഞാൻ പറഞ്ഞോളാം നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹാന്ന്. പോരെ? കഷ്ടപ്പെട്ട് കാണിക്കാന്നുള്ളത് സത്യ. കാരണം നമുക്ക് രണ്ടിനും അഫക്ഷൻ കാണിച്ച ശീലല്ല. പക്ഷെ ഇല്ലാത്ത സ്നേഹാന്ന് നീ പറയരുത് ജാനു. എന്ന് നീ പറയുന്നല്ലേ? പിന്നെ ആര് പറയണം? എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവരാണോ പറയേണ്ടത്? മറ്റുള്ളവര് പറയണ്ട, എനിക്ക് പറയാലോ. എനിക്ക് ഇതുവരെ നിനക്ക് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? എന്താ നീ കേട്ടില്ലേ? ഇനി മുതൽ എന്റെ പുറകെ അവളെ കാണിക്കാൻ വേണ്ടി വെറുപ്പിച്ച് നടക്കണ്ട. പോയാ എന്തേലും കാണിക്കട്ടെ. അളിയ, ജാനു മിണ്ടിയാ? നീ നിന്റെ പണി പോയി നോക്ക്. ഒരു ബദാം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ നോക്കണേ. ഇന്നെന്താ ജാനുവിനെ സഹായിക്കാൻ പോണില്ലേ? ഹലോ, എന്തു പറ്റി? നീ ഇപ്പൊ പഠിക്കലൊക്കെ നിർത്തിയോ? ഞാനിപ്പോ അന്നുള്ളത് അന്നു പഠിക്കും. അതുകൊണ്ട് എളുപ്പമുണ്ട്. എന്ത് പറ്റി? ഒന്നുമില്ല. നീ പോയി ജാനുവിനെ ഹെൽപ്പ് ചെയ്. അവള് റെസ്റ്റ് ഒന്നും എടുക്കാൻ പോണില്ല. നിക്ക്. എന്താ? എനിക്ക് ജാനുവിനോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ നിന്നോട് കാണിക്കുന്ന പോലെ അത് കാണിക്കാനൊന്നും എനിക്കറിയില്ല. ശീലിച്ചിട്ടില്ല. അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്റെ അപ്പേട്ടനെ പോലെ അവൻ ജതിനേട്ടൻ എത്ര വിചാരിച്ചാലും നടക്കില്ലാന്ന്. മനസ്സിലായി. നിന്റെ അപ്പേട്ടനെ പോലെ ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നിന്റെ വാലിഡേഷന് വേണ്ടി ഇനി ജാനുവിനോട് ഒരു പ്രത്യേക സ്നേഹപ്രകടനം നടത്താനൊന്നും ഞാനില്ല. നല്ല തീരുമാനം. അപ്പൊ തോൽവി സമ്മതിച്ചോ?
അതുകൊണ്ട് ഈ കാരണം കൊണ്ട് നിനക്ക് ഈ റിലേഷൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. ഓക്കെ. ഓക്കെ. എന്താടി മോന്തയും വീർപ്പിച്ച് നിൽക്കുന്നെ? പിന്നെയും ബദാമിന്റെ പേരിൽ അടിയായോ? ഒന്ന് പോയേ, ഞാൻ അത് ചെയ്യട്ടെ. നീ പോയി കിടന്നേ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഇത് എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നിന്നോട് പോവാനാ പറഞ്ഞേ. രണ്ടിനും എന്തു പറ്റി? നീയാണോ ഒന്ന് കുക്കിംഗ്? ആ വാ, ഞാൻ ഹെൽപ്പറെ നോക്കി നിക്കുവായിരുന്നു. ഹായ് ശരി. ഇവിടെ എന്തോ ഒരു ശ്മശാന മൂകത. ആ ഏകദേശം ആ അവസ്ഥയാ. ജാനും ജതിനും ഉടക്കില്ല. അവരാ ബദാം കേസ് ഇതുവരെ വിട്ടില്ലേ? ഇല്ല തോന്നും. ശേ, എല്ലാരും ഹാപ്പി ആയിരിക്കുമ്പോ ഈ പ്രശ്നം ഞാൻ ഇപ്പൊ തീർത്തേരാം. നീ എന്ത് ചെയ്യാൻ പോവാ? ഒന്ന് ഉപദേശിച്ചിട്ട് വരാം. ജാനു ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗുളിക മുടക്കണ്ട. ഇല്ല, കഴിച്ചു. ഇന്നലെ സംഭവിച്ചതിന് സോറി ട്ടോ. ജാനുവിന്റെ ജതിനോടുള്ള പിണക്ക് ഇതുവരെ തീർന്നില്ല തോന്നുന്നു. എനിക്കെന്ത് പിണക്കം? ബദാം കള്ളിന്ന് വിളിച്ചേന്. കിച്ചണിന് വേറെ പണിയൊന്നുമില്ലേ? ഉണ്ട്. ശരിയെന്നാ, ഉണ്ണാനാവുമ്പോ വിളിക്കാട്ടോ. സോറി ജദീനെ. എന്താ എന്താ ഭയങ്കര ചൂട്? ഏസി ഓണാക്കാത്തോണ്ടായിരിക്കും. അയ്യോ അതല്ല, ജദിന്. ജാനുവിന്റെ പിണക്കം മാറിയില്ല അല്ലെ? അല്ലെങ്കിൽ ഈ പെൺപിള്ളേരങ്ങനാ, അങ്ങനെ ഇങ്ങനെ ഒന്നും അവരുടെ പിണക്കം മാറില്ല. ഒന്ന് സോറി പറഞ്ഞു നോക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്ക്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ആങ്ങളെ പെങ്ങളും പണിയില്ലാത്തവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുവാണോ? പോടാ. പോവാൻ. ഓ ചൂടില്ല ചൂടില്ല. എന്തായി? പ്രശ്നം തീർത്തോ? എവിടുന്ന്? രണ്ടിന്റെ മൂഡ് ശരിയല്ല. ആ എന്നോടും ചെറുതായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എപ്പോ? നേരത്തെ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഓക്കെ പറഞ്ഞു. ബെസ്റ്റ്. ഇത് എങ്ങോട്ടാണോ ഒരു ബദാം പ്രശ്നം പോണേ? നീ മിണ്ടരുത്. നടക്കായിരുന്നില്ല ഇന്നലെ ആഘോഷിക്കാൻ ധൃതി. എന്നിട്ട് അവൻ അനങ്ങാപ്പാറായിട്ട് അവിടെ ഇരുന്നു. ഞാനറിഞ്ഞു ഇതിങ്ങനെയൊക്കെ ആവുന്നു. ഷേ, അളിയ സൈലന്റ് ആയ ഭയങ്കര ബോറാട്ടോ. സത്യം. എടി, നിനക്ക് നിന്നെ കെട്ടിയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? അയ്യ, എനിക്കതല്ലേ പണി. എടാ, നീ ഇവക്ക് വേറെ ചെക്കനെ നോക്കിക്കോട്ടോ. എന്തിന്? നിങ്ങൾ ഡിവോഴ്സ് ആയാ നിന്നെ വേറെ കെട്ടിക്കണ്ടേ? അയ്യോ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഞങ്ങൾ ഡിവോഴ്സ് ആയി. ജാനുവിന്റെ അപ്പേട്ടനെയും കല്യാണം കഴിഞ്ഞ് ജാനു ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും. അത് മതി. അതൊന്നുമില്ല മോളെ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ജാനുവിനെ കിട്ടും. എനിക്ക് കല്യാണം കഴിക്കണ്ട. കഴിപ്പിക്കും. ഇവിടെ നമുക്ക് വല്ല കൊറേക്കാരനും കെട്ടിച്ചു കൊടുക്കണം. കിച്ചേട്ടൻ കെട്ടിക്കോ കൊറേക്കാരിനെ. എനിക്ക് സോയന മതി. അച്ചു, അവരെ വിളിച്ചിട്ട് വാ കഴിക്കാൻ. ജാനു ജാനു ജാനു. എന്താ? ചോറായി വാ, ഗുളിക കഴിക്കണ്ടേ? ആ ഇപ്പൊ വരാം. ജതിനേട്ടാ. എടാ, ഇതിന് ഉപ്പില്ലല്ലോ. എന്നാ ഇട്. നീ ഇത് എനിക്കിടാനൊന്നും അറിയില്ല. കൂടിപ്പോയാലോ? എന്താണ്? ആയില്ലേ? ഇതൊന്ന് ഉപ്പ് നോക്ക്. ഇവ പറഞ്ഞു കുറവാന്നു. കൊറവാ. പൊടിക്ക് കൊണ്ട. ജതിനേട്ടനും ഇല്ല, കാറും ഇല്ല. അതപ്പോ പുറത്തുപോയി. വാ, നമുക്ക് കഴിക്കാം. അതെ, ഇവക്ക് ഗുളിക കഴിക്കണ്ടേ? അവൻ വന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്ക് ജാനു. എന്തേലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും. ഇപ്പൊ വരും. ഹായ്, ശിവന് കോൾ എടുത്ത എന്താ? ഞാൻ വൈകിട്ടേ വിളിച്ചു നോക്കാൻ പറഞ്ഞതാ. എന്നോട് പറയുന്ന നേരത്തെ അപ്പോയിട്ട് വിളിച്ചുകൂടായിരുന്നോ? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? ഇവരത് എവിടെ പോയി കിടക്ക? എന്താ? താങ്കളുടെ കെട്ടിയോൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല കേട്ടോ. ഒന്നുമില്ല, കേറ്റിക്കോ കേറ്റിക്കോ. നീ പോയി കിടന്നോ ജാനു, ഞങ്ങൾ ഡോറ് തുറന്നു കൊടുത്തോളാം. വേണ്ട, നിങ്ങൾ പോയി കിടന്നോ. എനിക്ക് അവരെ കാണേണ്ട കാര്യമുണ്ട്. എന്നാ കിച്ചു, നീ പോയി കിടന്നോ. ഓക്കേടാ. അച്ഛനോടും കിടന്നോളാൻ പറ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. അവൾ എപ്പോഴേ പതിച്ചു മൂടി കിടന്നുറങ്ങി. മിടുക്കി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ജാനു, അവൻ വരും. എപ്പ വരും? വേഗം വരും.
നിങ്ങളെന്തിനാ തെറ്റിയേ? ഒന്നുമില്ല. കള്ളം പറയണ്ട. അപ്പോട്ടൊന്നും മിണ്ടാതിരിക്കേ. അപ്പോട്ടാ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ അത് പറയാൻ പറ്റില്ല. ഓക്കെ ആയിട്ട് പറഞ്ഞാ മതി. വന്നല്ലോ. അപ്പോട്ട പോയി കിടന്നു. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. എല്ലാം പറഞ്ഞു തീർക്ക്. ജാനു, I will always be there for you. നീ എന്താ പറയാണ്ട് പോയേ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര വട്ടം വിളിച്ചു ഞാൻ. അതൊന്നും എടുത്ത് എവിടെയാന്ന് പറഞ്ഞ എന്തായിരുന്നു നിനക്ക്? നിനക്കെന്താ ചെവി കേട്ടൂടെ? കണ്ണാ, എന്താ? നീ എവിടെ പോയതാ? ചുമ്മാ പുറത്തുപോയതാ. അതെന്താ പറയാണ്ട് പോയേ? നീ റെസ്റ്റ് എടുക്കുമായിരുന്നു. വാ, ഞാൻ ചോറെടുത്ത് തരാം. ഞാൻ കഴിച്ചു. കണ്ണാ, നീ പോയി കിടന്നോ. അതെനിക്ക് നേരത്തെ ചെയ്തുകൂടായിരുന്നോ? നീ വരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എനിക്കറിയാം എന്നോടുള്ള ദേഷ്യം കൊണ്ടാ നീ പോയെന്ന്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. അതാ മോന്ത കണ്ടാലും പറയും. സോറി, ഞാൻ അപ്പത്തെ ദേഷ്യത്തിന്. നീ പോയി കിടന്നോ. കണ്ണാ, എനിക്കത് ആലോചിച്ച് തല പുണ്ടാക്കാൻ വയ്യ. ഞാൻ അത് സംസാരിച്ച് തീർത്തിട്ടേ പോണുള്ളൂ. നിനക്ക് എന്താ സംസാരിക്കാനുള്ളേ? ഐ എം സോറി, ഞാൻ അങ്ങനെയൊന്നും പറയണം വിചാരിച്ചതല്ല. ശരി. എന്ത് ശരിയെന്ന്? ഞാൻ വേറെന്താ പറയണ്ടേ? നീ ഇങ്ങനെ സൈലന്റ് ആവാതെ ദേഷ്യം രണ്ട് ചീത്തയെങ്കിലും പറ. ഞാൻ എന്തിനു ചീത്ത പറയണം? നീ പറഞ്ഞത് സത്യല്ലേ? ഞാൻ അപ്പൂനെ പോലെ ഒരു നല്ല ഏട്ടനല്ല. എടാ, നീ കരയാണോ? കണ്ണാ, കണ്ണാ, നീ എന്തിനാ കരയുന്നേ? ഞാൻ നിന്നോട് ഇല്ലാത്ത സ്നേഹം കാണിക്കാൻ പറഞ്ഞില്ലേ നീ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മൾ തമ്മിൽ 6 വയസ്സ് തികച്ച വ്യത്യാസമല്ല. അച്ഛനും അമ്മയും പോയപ്പോ നിന്നെ പോലെ ഞാനും കുഞ്ഞാ. അമ്മ വാരി തന്നാ മാത്രം തിന്നോണ്ടിരുന്ന ഞാനാ. പെട്ടെന്ന് ഒരു ദിവസം അമ്മ പോയപ്പോ എന്റെ തൊണ്ടേന്ന് ചോര ഇറങ്ങിയിട്ടില്ല. ചോറിനൊക്കെ കയ്പായിരുന്നു. തൊണ്ട വേദനിച്ചിട്ട് പാടില്ലായിരുന്നു. ആന്റി വാരി തന്നെങ്കിലും അതിന് അമ്മ വാരി തരുന്ന സാധൊന്നും ഇല്ലായിരുന്നു. ആന്റി, അങ്കിള്, അമ്മമ്മ എല്ലാരും പറഞ്ഞു ജാനു മോൾക്ക് നീയേ ഉള്ളൂന്ന്, ജാനുവിനെ നോക്കണമെന്ന്, കരയരുതെന്ന്. ഞാൻ പിന്നെ കരുതിട്ടേ ഇല്ല. എല്ലാരും നിന്നെ എടുത്തോണ്ട് നടന്നു, കുളിപ്പിച്ചു തന്നു, ചോറ് വാരി തന്നു. എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും നീ ഒരു പെൺകുട്ടിയായോണ്ട് നിന്നെ അതീ പ്രായത്തിൽ കൂടുതൽ ബാധിക്കാ പറഞ്ഞു. സത്യം പറയാലോ, നീയായി ജനിച്ചാ മതിയായിരുന്നു എന്ന് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. എനിക്ക് അമ്മ ഇല്ലാത്ത ലൈഫ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒട്ടും. സ്കൂളിൽ പഠിക്കുമ്പോ പക്ഷെ ധൈര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ കൂടെ പോയാ പിന്നെ നിനക്കാരാ? ആന്റി അങ്കിളും ഒക്കെ എത്ര കാലം നിന്നെ സ്വന്തം മോളെ പോലെ നോക്കും. ഒരു ടൈം കഴിയുമ്പോ എല്ലാവർക്കും മടുക്കും. നീ ഒരു ബാധ്യതയാവും. പക്ഷെ എനിക്ക് നിന്നെ ഒരിക്കലും മടുക്കില്ല. എത്ര വർഷമായാലും, നീ എത്ര വലുതായാലും, മൂത്ത് നിറച്ചാലും
എനിക്ക് നീ ഒരു ബാധ്യതയായി തോന്നില്ല. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഏട്ടൻ നിന്നോട് ഇല്ലാത്ത സ്നേഹം കാണിക്കാന്ന് പറഞ്ഞില്ലേ മോളെ നീ? ഞാൻ എനിക്ക് അപ്പൂനെ പോലെ സ്നേഹം കാണിക്കാനും കൊഞ്ചിക്കാനും ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് മാത്രം പറയരുത്. അതെനിക്ക് സഹിക്കില്ല കുഞ്ഞെ. ഏട്ടാ, എനിക്ക് നിന്നെ കഴിഞ്ഞേ ഞാൻ പോലും ഉള്ളു ജാനു. എന്നെ ഒന്ന് വിശ്വസിക്ക്. നമ്മുടെ അമ്മയാണ് സത്യം. കരയല്ലേ. ഇന്ന് അതും കൂടെ തള്ളാനുള്ള ശേഷി എനിക്കില്ല. സാരല്ല, നീ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. ജാനു, ചോറെടുത്തേലോ? നീ കഴിച്ചോന്നല്ലേ പറഞ്ഞേ? നോക്കി, പക്ഷെ പറ്റിയില്ല. തൊണ്ടയിലെന്തോ സ്റ്റക്കായ ഫീല്. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യം ഇങ്ങനെ. നടക്ക്, ചോറെടുത്തോ. വേറടിക്കുന്നോ? എന്നാ എടീ, ഞാൻ അച്ചുവിന്റെ കാര്യം വേണ്ടാന്ന് വെച്ചാലോ എന്ന് ആലോചിക്കുക. അതെന്താ? അത് ശരിയാവില്ലടി. അവക്ക് എന്നോടൊന്നുമില്ല. ഇല്ലാന്നല്ലേ? ഉണ്ടാവില്ലല്ലോ. അത് ഉണ്ടാവാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. വെയിറ്റ് ചെയ്യ്. എത്ര നാള്? 1 വർഷം ടൈം പീരീഡ്. അതിനുള്ളിൽ അവൾക്ക് എന്നോടൊന്നും തോന്നിയില്ലെങ്കിൽ അപ്പൊ സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ പ്രിപ്പയർഡ് ആയിരിക്കുന്നേ. എടാ, അവള് ടൂ ഇന്നസെന്റ് ആണ്. അപ്പുവേട്ടൻ, മരുവേട്ടൻ, അനുചേച്ചി, സാറ, റോഷൻ അല്ലാണ്ട് ആ കൊച്ചിന് വേറൊരു ലോകം അറിയില്ല. അതല്ലാത്തൊരു ഫീല് തോന്നാൻ അവളുടെ ലൈഫിലോട്ട് ഇന്നുവരെ ആരും കടന്നു വന്നിട്ടില്ല. ഫസ്റ്റ് എൻട്രി നീയാ. അല്ല, അവക്കതോ സീനിയർ ചെക്കനെ ഇഷ്ടായിരുന്നു. ഉണ്ടയാണ്. അവനെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രേമൊന്നുമില്ല. എന്നാലും ഇത് ശരിയാവില്ല. ഇത് വർക്കാവില്ല. അതൊക്കെ ആവും. ഇല്ലെങ്കിൽ ഞാൻ ആക്കും. അപ്പോഴേക്കും അവളെ വിശ്വസിച്ചേൽപ്പിക്കാൻ വേറെ ആരെ കണ്ടാണല്ലേ? അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കേ. ഫൈറ്റ് ഫോർ യുവർ ലവ്. I don't want to force her. അവക്ക് സ്വയം തോന്നണം. തോന്നും. അവക്ക് നിന്നോട് ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് നിനക്കല്ല, അവക്ക് തന്നെ ആദ്യം മനസ്സിലാക്കി കൊടുക്കണ്ടേ. എങ്ങനെ? അത് ഞാൻ നോക്കിക്കോളാം. എന്നാ പോയി കിടക്കാം. നാളെ ക്ലാസ്സിൽ പോണം. ഇനി അടുത്ത ആഴ്ച തൊട്ട് പോയാ പോരെ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. എന്റെ കാർ എടുത്തോ. നിന്റേതിനി നന്നാക്കുന്നത് പടിയോ. നമുക്ക് വേറെ മേടിക്കാം. അപ്പൊ നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ബൈക്ക് ഉണ്ടല്ലോ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വന്നില്ലേ? വന്നല്ലോ. ഞാനാ, പേടിക്കണ്ട. എന്താ നട്ടപ്പാതിരിക്ക് എന്റെ റൂമില്? ഞാൻ വന്നോന്നറിയാൻ. എന്ത് വന്നോന്നറിയാൻ? കറണ്ടോ? അല്ല, ജതിനേട്ടൻ. അതറിഞ്ഞിട്ടെന്തിനാ? ഒന്നിനുമല്ല. പിന്നെ? ഓ, ഉച്ചയ്ക്ക് ആരോടും പറയണ്ട ഇറങ്ങി പോയതല്ലേ. വല്ലതും പറ്റിയോ അതോ തിരിച്ചെത്തിയോന്ന് അറിയണ്ടേ? ഓ അങ്ങനെ. ഇതാ, ഒന്നും പറ്റിയില്ല. തിരിച്ചെത്തിയിട്ടുണ്ട്. പോയി കിടന്നോളൂ. ആ. നിന്റെ കണ്ണിൽ കരിമഷിയായി തീരാൻ മോഹം, നിന്റെ കവിളിൽ നുണക്കുഴിയായി ചേരാൻ ദാഹം. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം.
ഓക്കെ, അടുത്ത ആക്സിഡന്റിന് കൂടാ. അപ്പൊ ശരി, ഇവരിന്ന് എവിടെ പോയി കിടക്കാം? യാത്ര പറച്ചില് കഴിഞ്ഞില്ലായിരിക്കും. ഇപ്പൊ സമാധാനായോ? എനിക്കെന്തോ ഒരു ഗിൽറ്റ് ഫീലിംഗ്. ഇത്രയും വർഷമായിട്ടും എനിക്കവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് ഓർത്ത് ലേറ്റായി പോയി ഒരുപാട്. ഒരിക്കലും ഇല്ലാത്തതിനേക്കാൾ നല്ലതല്ലേ ലേറ്റ് ആയാലും അത് സംഭവിക്കുന്നത്. ഐ ലവ് യു. ജതിനോടാ? നിങ്ങളോട് തന്നെ. നിങ്ങൾ എന്തൊരു മനുഷ്യനാണോ? അതെന്താ? ഐ റിയലി ലവ് യു. ഐ ലവ് യു ടു. ഐ ലവ് യു 3. അയ്യോ, ഞങ്ങൾ ഇറങ്ങാം. ഡ്രോപ്പ് ചെയ്യണോ? എന്നാ അതല്ലേ നല്ലേ. വൈകിട്ട് ബസ്സിന് വരാം. നാളെ തൊട്ട് കാർ എടുക്കാം. ഡെയിലി ബസ്സിന് പോയാലോ ആലോചിക്കാ. ഞാൻ ഇനി തൊട്ട് സൂക്ഷിച്ച് ഓടിച്ചോളാം. വാ അളിയ, ഇറങ്ങാം. ഓക്കെ. കണ്ണ, കീ വേണ്ടേ? നാളെ തൊട്ട് എടുക്കാം. ഇവരുടെ കൂടെ പോവാം. തിരിച്ചോ? ബസ്സിന്. ശരി, പോയിട്ടോ. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? പുച്ഛം പുച്ഛം മാത്രം. എന്തിന്? ഓരോരോ പെൺപിള്ളേർക്ക് അവരുടെ ഫസ്റ്റ് മൊമെന്റിനെ കുറിച്ച് ചോദിച്ചാ നാണായിരിക്കും. എന്നോടൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എന്റെ മോന്ത വളിഞ്ഞിരിക്കും. നിനക്ക് ചിരിച്ചു കാണിച്ചാ പോരെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറ്റിപ്പോയി. അതെ, നിനക്കല്ല, എനിക്ക്. സാറേ, ആലോചിക്കും തോറും നിനക്ക് വേറെ എന്തൊക്കെയുണ്ട് ആലോചിക്കാൻ? ഇനി കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കോ? സാറാ, ഒരു വട്ടം ചീറ്റി പോയെന്ന് കരുതി വെറും ചീറ്റിലല്ലോ, നനഞ്ഞ പടക്കം പോലെ ഇതുപോലെ ചീറ്റില്ല. ഹലോ. വാ വാ. ജാനു, എങ്ങനെയുണ്ടടി? ഓൾ സെറ്റ്, നോ വറീസ്. സീരിയലിലായിരുന്നെ 4 ആഴ്ച പോണ്ട ആക്സിഡന്റാ നീ ഒറ്റ എപ്പിസോഡിൽ തീർത്തേ. വാ കേറാം. വേഗം വാ. ഇന്ന് സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടെന്നാ കേട്ടെ. അത് സർപ്രൈസ് ആയി പോയല്ലോ. അതാണല്ലോ സർപ്രൈസ് ടെസ്റ്റ്. നല്ല ബെസ്റ്റ് ടൈം. എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെയോ എഴുതി. ഞാനും സാറാ ടോയ്ലറ്റിൽ പോവാം. ഞാനും വരാം. വേണ്ട, നീ റോഷന് കമ്പനി കൊടുക്ക്. ഓ, ഇതിന്റെ റിസൾട്ട് നാളെ തന്നെ അറിയാൻ പറ്റൂലേ? എടാ. ആ, അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല. അത് ശരി. ബൈ ദ വേ, എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്നേഹപ്രകടനം? അയ്യ, എന്താ കേടി? പോവാം. ഓക്കെ, ബൈ ബൈ. നാളെ കാണാം. നിന്റെ പൈസ ഉണ്ടോ? എന്ത് മേടിക്കാനാ? എന്തേലും കഴിക്കാൻ. ഷവർമ. വാ. ജാനു, നീ എവിടെയായിരുന്നു? ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാ. കാത്തിരുന്ന് ജതിരേട്ടൻ വെച്ച ഷവർമ തണുത്തു. അതുകൊണ്ടത് ഞാൻ തന്നെ തിന്നു. പിന്നെ ഞാൻ നാളെ പോവാ ചെന്നൈക്ക്. ആണോ? എത്ര ദിവസത്തേക്കാ? ഒന്നും പറയാറായിട്ടില്ല. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് റിഹേഴ്സല് കുറെ പരിപാടി ഉണ്ട്. അപ്പൊ വീട്ടിൽ പോവാ. നീയും പൊക്കോ. ഞാൻ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ ചെയ്തോളാം. എന്നാ ഞാൻ ഫുഡ് എടുത്തോക്കാം. ജതിനേട്ടാ, ഇന്ന് സർപ്രൈസ് ടെസ്റ്റ് ഇട്ടു. ഉറപ്പായി ഞാൻ പാസ്സാവും. അപ്പൊ ഇവർക്ക് സർപ്രൈസ് ആവും. ഗുഡ്. ഇതെന്ത് പറ്റി? ഞാൻ കോളേജിലോട്ടില്ല കേട്ടോ. അതെന്താ? ഞാൻ അവനെ എയർപോർട്ടിലാക്കാൻ പോവാ. ഓ, നിന്നെ കോളേജിലാക്കിയിട്ട് ആ വഴി പോവാം. വൈകുന്നേരം ഞാൻ കൂട്ടാൻ വരാം. ഓക്കെ. അവൻ പോയിട്ട് വേഗം തിരിച്ചു വരില്ല. അത്രയും ദിവസം നമുക്ക് എന്റെ വീട്ടിൽ അടിച്ചു വിളിക്കാലോ. ശരി. ജാനു, ഇറങ്ങാം. വാടി. ബാഗ് എടുക്കട്ടെ. ഇത് വർക്കാവോ? ആവും. അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യരുത്. അതാണ് എനിക്ക് വേണ്ടത്. വാ പോവാ. ഓക്കെ, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അതാ ആൻസർ ഷീറ്റ്. പൊട്ടാൻ റെഡി ആയിക്കോ. സർപ്രൈസ് ടെസ്റ്റ് എനിക്കാണ് സത്യത്തിൽ സർപ്രൈസ് ആയ. 4 പേരെ പാസ്സായിട്ടുള്ളൂ. പ്രെഡിക്റ്റബിൾ. അസ്ലം, ജനനി, മാളവിക, ആർച്ച. വെരി ഗുഡ് ആർച്ച. കീപ് ഇറ്റ് അപ്പ്. ടീച്ചറെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേപ്പർ എങ്ങനെ മാറിപ്പോയോ? ഇല്ല, നീ കൂടുതലാക്കല്ലേ. അച്ചു, എങ്ങനെയാടി? ഇപ്പൊ എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയില്ലേ? എന്നാലും യു ബ്രൂട്ടസി, നീ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇപ്പൊ നിന്റെ കാമുകിയുണ്ടല്ലോ. മേഡ് ഫോർ ഈച്ച് അതർ. ഓ ഈശ്വര, ഞാൻ എന്തൊക്കെ എടുക്കും.
നിന്റെ ഡ്രസ്സൊക്കെ അവിടെ തന്നെയല്ലേ ഉള്ളേ, പിന്നെ എന്തിനാ ഇവിടുന്ന് വാരി വലിച്ചിട്ട് കൊണ്ടുപോണേ? ജതിനേട്ടൻ അടുത്ത് തന്നെയാ കൂടുതൽ ഭംഗി. എന്നാലും നീ എങ്ങനെ പാസ്സായി? അതെനിക്ക് ജതിനേട്ടൻ മാത്രം അറിയൂ. അവനോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്, വിളിച്ചിട്ട് എടുത്തില്ല. ഇനി നോക്കണ്ട, തിരക്കായിരിക്കും. അങ്ങനെ JK എന്ന ജതിൻ കൃഷ്ണയെ ലോകം അറിയാൻ പോകുന്നു. നീ ഒന്ന് സൂക്ഷിച്ചോ. എന്തിന്? ഫാൻസ് കൂടും പെൺപിള്ളേരെ. അതിന് എനിക്കെന്താ, അപ്പോഴും ഇതന്നെ പറഞ്ഞാ മതി. ഇപ്രാവശ്യം ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. എന്താ? രണ്ടു ഒരു റൂമിൽ കിടന്നോളല്ലോ. അത് ശരിയാ. എത്തി പച്ചമോളെ, അരച്ചേച്ചി. ചക്കര എത്ര എഴുതി കണ്ടിട്ട്. ഞാൻ എടുക്കാം ബാഗ്. ജാനു, നിനക്ക് എങ്ങനെ ഉണ്ടടി? എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. അയ്യോ, നിന്റെ കാറിന്റെ ഫോട്ടോ കണ്ടപ്പോ എന്റെ മേലാസകലം വിറച്ചു പോയി. അത് പോയി. ഇത് വേറെയാ അല്ലേ? ഏട്ടന്റെ. വാ, അകത്ത് പോവാ. നീ ഈ സൈഡ് കിടന്നോ, എനിക്ക് ഏതാണേലും ഓക്കെ. ആണോ? ആണോ? അപ്പൊ സ്റ്റേയോ? അടുത്താണല്ലോ അല്ലേ? ഫുഡ് കഴിച്ചോ? ഓ എനിക്കുണ്ട. നിക്ക്, ഞാൻ അച്ഛനും കൊടുക്കാം. ഹലോ ജതിനേട്ട, ഇന്നില്ലേ? കട്ടായി. അവൻ തിരക്കിലാ പറഞ്ഞിരുന്നു. കിടക്കാം. കുറുമ്പത്തി സുന്ദരി